ഇന്ത്യ US വ്യാപാര കരാറിൽ വിമർശനവുമായി CPM PB. കരാർ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമെന്നും കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നും CPM പോളിറ്റ് ബ്യൂറോ പറഞ്ഞു. കരാറിന്റെ പൂർണ്ണരൂപം പാർലമെന്റിൽ വെക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. തൗഫീഖ് അസ്ലമുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. തൗഫീഖ്, ഈ കരാറിനെ പറ്റി കേന്ദ്രം പുകഴ്ത്തുമ്പോഴും മറുവശത്ത് ആദ്യമേ തന്നെ കാർഷിക മേഖലയെ പ്രതിരോധത്തിലാക്കുന്നു, രാജ്യത്തെ പ്രതിരോധത്തിലാക്കുന്നു എന്നെല്ലാമുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ത്യ US വ്യാപാര കരാറിനെ പൂർണ്ണമായും എതിർക്കുകയാണ് CPM പോളിറ്റ് ബ്യൂറോ. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമെന്നാണ് ഈ കരാറിനെ ഇപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ അതിനെ വിലയിരുത്തുന്നത്, അതിനെ വിശേഷിപ്പിക്കുന്നത്. കാർഷിക മേഖലയെ പ്രതികൂലമായി തന്നെ ഈ ഒരു കരാർ ബാധിക്കും. അത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനോട് പലതവണ ആവർത്തിച്ചതാണ്. എന്നിട്ട് പോലും അതെല്ലാം തള്ളിക്കൊണ്ടാണ് US-ഉമായിട്ട് ഇത്തരമൊരു കരാറിൽ കേന്ദ്ര സർക്കാർ ഒപ്പിട്ടത്. സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് നേരെയുള്ള ആക്രമണം കൂടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇത്തരമൊരു കരാറിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് പോളിറ്റ് ബ്യൂറോ ഇറക്കിയ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കരാറിന്റെ പൂർണ്ണ രൂപം പാർലമെന്റിൽ വെക്കണം, എന്നാൽ മാത്രമേ എന്തൊക്കെയാണ് ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് കൂടി പോളിറ്റ് ബ്യൂറോ പറയുന്നുണ്ട്. ഈ കരാറിനെതിരെ വലിയ പ്രതിഷേധം കാർഷിക മേഖലയിൽ നിന്നുൾപ്പെടെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. കർഷക സംഘടനകൾ സമരങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ഇതിനെതിരെ പ്രതിഷേധിക്കുമെന്ന് അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPM PB-യും ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സമരങ്ങൾക്ക് CPM-ന്റെ ഭാഗത്തുനിന്നുകൊണ്ടുള്ള പൂർണ്ണ പിന്തുണയുണ്ടാകും. 12-ാം തീയതിയാണ് രാജ്യവ്യാപകമായി കർഷക സംഘടനകൾ പ്രതിഷേധം ആചരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതിന് CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ കൂടി ഉണ്ടാകും. നേരത്തെ കോൺഗ്രസും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു.